ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ഓമനപ്പേരിൽ നമ്മുടെ ഗവൺമെൻറ് കഥ അറിയാതെ ആട്ടം കാണുകയാണോ, അതല്ല തികഞ്ഞ ബോധ്യത്തോടെ നടപ്പിലാക്കുകയാണോ എന്ന് സംശയിക്കേണ്ടി വരുന്ന വളരെ അപകടം പിടിച്ച ഒരു പദ്ധതിയെ സംബന്ധിച്ചാണ് നേരത്തെ സാമാന്യം വിശദമായി നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ പരാമർശിച്ചതും വിശദീകരിച്ചതും. അതിലെ ചില വശങ്ങൾ ചിലപ്പോൾ എൻ്റെ സംസാരത്തിൽ സ്വാഭാവികമായും കയറി വരും. വേറെ ചില വശങ്ങളിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാനാണ് ഇപ്പോഴത്തെ ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി സ്കൂളിൽ യൂണിഫോം പരിഷ്കരണത്തിൻ്റെ ഇനത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏകദേശം ആൺകുട്ടികളുടേതിന് തുല്യമായ യൂണിഫോം നിർണയിച്ചുകൊണ്ട് എടുത്ത തീരുമാനവും അതിനെ തുടർന്നുള്ള ചർച്ചകളുമാണ്. ഇത് ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ കൊണ്ട് ആണിൻ്റെ വേഷം ധരിപ്പിക്കലാണ്. അതൊരിക്കലും ശരിയാവില്ല എന്ന സ്വഭാവത്തിൽ അന്നു മുതൽ തന്നെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് വിഷയം യൂണിഫോമിൻ്റെതാണോ? അതിൻ്റെ പല വശങ്ങളും നേരത്തെ നമ്മളുടെ മുമ്പിൽ വന്നു. യഥാർത്ഥത്തിൽ ഇത് വിഷയം യൂണിഫോമിൻ്റെതാണോ, അതല്ല അതിനപ്പുറത്തുള്ള ചില നിലപാടുകളും കാഴ്ചപ്പാടുകളും ഈ യൂണിഫോം മാറ്റത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിപ്പുണ്ടോ? അങ്ങനെ ഒളിച്ചിരിപ്പുണ്ട് എന്ന് നമ്മൾ ഗവേഷണം നടത്തി കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി 6-ാം നൂറ്റാണ്ട് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞത് 16-ാം നൂറ്റാണ്ട് എന്നാണ്. അതാണ് മൂപ്പര വിദ്യാഭ്യാസം. അപ്പോൾ പിന്നെ നമ്മൾ അതിനെപ്പറ്റി അധികം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മന്ത്രി യഥാർത്ഥത്തിൽ തന്നെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടാവുന്ന അവരുടെ ചില ട്വീറ്റുകളുണ്ട്. ട്വിറ്ററിലാണ് അവരത് പറഞ്ഞിട്ടുള്ളത്. അത് ആലോചിക്കേണ്ടതാണ്. അതിലൊരു പോയിന്റ് ഉണ്ട്. എന്തുകൊണ്ടിത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തില്ല? എന്ത്? ബാലുശ്ശേരി സ്കൂളിൽ യൂണിഫോം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് 2021 ഡിസംബർ 15-ന്, എൻ്റെ ഓർമ്മയനുസരിച്ച് 2015 ഡിസംബർ 15-ന് അവർ ഈ യൂണിഫോം നടപ്പിലാക്കിയതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം വിശദീകരിച്ചു. അങ്ങനെ വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഹെറ്ററോനോർമറ്റീവ് മനസ്ഥിതിയുമായി നമ്മുടെ വളരുന്ന തലമുറക്കുള്ള ആ ഒരു കെട്ടുപാടുണ്ടല്ലോ, അതിൽ നിന്ന് ഈ തലമുറ അങ്ങ് രക്ഷപ്പെടണം. എന്നിട്ട് അവർ തന്നെ അത് കുറച്ചുകൂടി വിശദീകരിച്ചിട്ട് അന്ന് തന്നെ schools must first create and maintain an atmosphere that aids girls to getting rid of the stigma associated with their bodies, of the notion that he and I are different. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, and that is exactly the Balusheri school has done. എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ ശരീരത്തിൽ ഞാനും അവനും അവരുടെ ശരീരത്തിൽ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന സ്ത്രീത്വം എന്ന ആ ഒരു പരിമിതിയിൽ നിന്ന് അവർക്ക് മറികടന്നിട്ട്
ഞാനും അവനും സമമാണ് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വരണം. അപ്പൊ നമുക്ക് തോന്നും, ആദ്യം നമുക്ക് തോന്നിയത് എന്താണ്? കാറ്റടിക്കുമ്പോൾ പറന്നു പോകാനൊന്നും ഇടയില്ലാത്ത വിധം സേഫായിട്ടുള്ളൊരു യൂണിഫോമിന്റെ വിഷയമാണ്. അപ്പൊ അത്രേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും. ഈ ട്വീറ്റ് കാണുമ്പോൾ, ഇത് ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞത്, അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഈ മന്ത്രി ഇത് ഇട്ടിട്ടില്ല, ഇംഗ്ലീഷിലും ഇട്ടിട്ടില്ല, മലയാളത്തിലും ഇട്ടിട്ടില്ല എന്നാണ് പരിശോധനയിൽ കാണാൻ കഴിഞ്ഞത്. അപ്പൊ എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ അഭിസംബോധന നമ്മളല്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ ഫണ്ടിങ് ഉണ്ട്. ഈ ഫണ്ടിങ്ങിന്റെ പിന്നിൽ വലിയ അജണ്ടയുമുണ്ട്. നേരത്തെ ഇവിടെ സ്വവർഗരതി, അതുപോലെ പ്രായപൂർത്തിയായവരുടെ ഉഭയസമ്മതത്തോടു കൂടിയുള്ള വ്യഭിചാരം, ഇതൊക്കെ നിയമവിധേയമാക്കിയതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചല്ലോ. അപ്പോ ഈ രാജ്യത്ത് ഇത് ഒരു സുപ്രഭാതത്തിൽ ഒരു ജഡ്ജിയുടെ തലയിൽ ഒരു നിലാവ് വിളിച്ചിട്ട് ആ ഒരു വിവേകത്തിൽ അദ്ദേഹം ഒരു വിധി പ്രഖ്യാപിക്കുകയല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ വളരെ വ്യവസ്ഥാപിതമായ നിരന്തരമായ പ്രോപ്പഗണ്ടയുടെ ഫലമാണ്. വളരെ വ്യവസ്ഥാപിതമായ പ്രചാരണം, ഒന്നും രണ്ടും ദിവസമല്ല, കൊല്ലങ്ങളായിട്ടെടുക്കുന്ന, അതിന് കോടിക്കണക്കിന് ഫണ്ട് കൊടുക്കുന്ന ഏജൻസികളുണ്ട് വിദേശ രാജ്യങ്ങളിൽ. അവര് ആ ഫണ്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ആ ഫണ്ട് വാങ്ങിക്കൊണ്ട് നടത്തുന്ന നിരന്തരമായ പ്രചാരണങ്ങളിൽ പെട്ടിട്ടാണ് ഈ സ്വവർഗരതി എന്ന് പറയുന്നത് നിയമവിധേയമാക്കാൻ നമ്മുടെ സുപ്രീം കോടതി അന്ന് തീരുമാനിച്ചത്. ആ സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ച് വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ പഴയ എല്ലാ ചർച്ചകളും കൂടി കൊണ്ടുവരാൻ ഞാനിപ്പോൾ ഈ കുറഞ്ഞ നേരത്തെ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഹെട്രോനോർമറ്റീവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? യഥാർത്ഥത്തിൽ ഹെട്രോനോർമറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് പരസ്പര ഭിന്നമായ രണ്ട് പ്രകൃതമുള്ളവരാണ്. അപ്പൊ ലൈംഗികമായ അഭിരുചികൾ എതിർചേരിയോടാണ് ഉണ്ടാവുക. അങ്ങനെ സ്ത്രീകളും പുരുഷനും തമ്മിലുള്ള ആകർഷണീയതയാണ് സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെയും വംശവർദ്ധനവിന്റെയും ലൈംഗികതയുടെയും അടിസ്ഥാനം എന്ന ആ സങ്കല്പത്തിലുള്ള കാഴ്ചപ്പാടുകളും അനുബന്ധ വിഷയങ്ങളും ഉണ്ടല്ലോ. ഇതിന്റെ കെട്ടുപാടിൽ നിന്ന് ക്യൂർ നോർമറ്റീവായ ഒരവസ്ഥയിലേക്ക് മാറണം എന്ന് പറഞ്ഞാൽ LGBTQ+ എന്ന് പറയുന്ന, പ്ലസ് എന്ന് പറഞ്ഞാൽ അതിൽ വേറെയും ചെറിയ 2-3 ഉപവിഭാഗങ്ങളുണ്ട്. അതിനെപ്പറ്റി ഓരോന്നിനെ കുറിച്ചും വിശദീകരിച്ചിപ്പോൾ ഞാൻ പറയുന്നില്ല. കുറഞ്ഞ ഭാഗങ്ങൾ എൻ്റെ സംസാരത്തിന്റെ ഉചിതമായ ഭാഗത്ത് വരികയും ചെയ്യും. അപ്പൊ ഈ LGBT പൊളിറ്റിക്സിന്റെ കാഴ്ചപ്പാടനുസരിച്ച് മനുഷ്യനെ പാകപ്പെടുത്തുകയാണ്. അതിനെന്താണ് വേണ്ടത്? ആണും പെണ്ണും കെട്ട ഒരു ജനതയെ സൃഷ്ടിക്കണം. നമ്മളൊക്കെ പണ്ടേ മനസ്സിലാക്കിയിട്ടുള്ളത്, ആണെന്ന നിലക്കും പെണ്ണെന്ന നിലക്കും അവരവരുടെ പ്രകൃതങ്ങളിൽ വ്യത്യാസങ്ങളുള്ളവരാണ്. സ്ത്രീ പുരുഷ സമത്വം നമ്മുടെ എല്ലാ വേദികളിലും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. വിവേകമുള്ള ഏതു മനുഷ്യനും അങ്ങനെ പറയാൻ ബാധ്യസ്ഥനാണ്. സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് സ്ത്രീകളെ ചൂഷണം ചെയ്യാനുള്ള ഒരു അജണ്ടയാണ് എന്നതാണ് പ്രയോഗം. പ്രയോഗത്തിലെ അനുഭവം അങ്ങനെ തന്നെയാണ്. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹം ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നീണ്ട ക്യൂ നിൽക്കുന്നു. ആ ക്യൂവിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ, ഒരു ചെറുപ്പക്കാരത്തി സ്ത്രീ, അവരുടെ കയ്യിൽ ഒരു വലിയ സാമാന്യം നല്ല കനമുള്ള ഒരു ബാഗുണ്ട്. ചുമലിൽ താരതമ്യേന ലളിതമായ വേറൊന്നുണ്ട്. അവരുടെ കയ്യിൽ ഒരു കൈക്കുഞ്ഞുണ്ട്. ഒരു 4 വയസ്സോ മറ്റോ തോന്നിക്കുന്ന ഒരു കുട്ടി ഇവരെ വളരെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് കുസൃതി കളിച്ച് അങ്ങനെ കൂടെയുമുണ്ട്. ഈ സ്ത്രീ ഇതെല്ലാം കൂടിയായിട്ട് ക്യൂ നിൽക്കണം. കാരണം പെണ്ണുങ്ങൾക്ക് പ്രത്യേക ക്യൂ ഇല്ല. ഇത് സ്ത്രീ പുരുഷ സമത്വമാണ്. ഒരു തലക്കെന്ന് ഇങ്ങനെ നടപ്പാക്കി വരികയാണ്. അത് വളരെ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കിയിട്ടുണ്ട്, KSRTCയിലും റെയിൽവേയിലും ഒക്കെ. അപ്പോ ഇങ്ങനെ ഈ സ്ത്രീ ക്യൂ നിൽക്കുന്നതിന്റെ ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഈ സഹോദരൻ, എന്നാ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് കൊടുക്കാൻ പോകേണ്ടത്, നിങ്ങളെ പൈസ ഉണ്ടെന്നേക്കും, ഞാൻ ടിക്കറ്റ് എടുത്തു തരാം. അവർക്ക് വലിയ സന്തോഷമായി. അവർ ക്യാഷ് കൊടുത്തു. ക്യാഷ് വാങ്ങിയിട്ട് ഇത് കയ്യെ പിടിച്ചിട്ട് ഇദ്ദേഹം ചോദിച്ചു ഈ പെൺകുട്ടിയോട്, ഈ സ്ത്രീയോട്, സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? വളരെ നല്ല കാര്യമല്ലേ, നിങ്ങൾ തന്നെ എടുത്തോ, നിങ്ങളെ ടിക്കറ്റ്, കാശ് തിരിച്ചു കൊടുത്തു എന്നാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇപ്പൊ ബസ്സിൽ നമ്മളൊക്കെ, ഞാൻ ഈ അലിയാർ കാസിമി, ഞങ്ങളൊക്കെ പോലെയുള്ള ഈ പ്രഭാഷകന്മാർ ഒരുപാട് സമയങ്ങളിൽ KSRTCയിലും റെയിൽവേയിലും യാത്ര ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളുടെ കൂട്ടത്തിലും അങ്ങനെ പല ആവശ്യങ്ങൾക്കും യാത്ര ചെയ്യുന്നവരുണ്ടാവും. നമ്മൾ ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ നമ്മളെ കായംകുളത്തോ അല്ലെങ്കിൽ കൊട്ടാരക്കരയിലോ അല്ലെങ്കിൽ മൂവാറ്റുപുഴയിലോ തൃശ്ശൂരോ രാത്രി ഒരു 10-12 മണിക്ക് ശേഷമൊക്കെ ബസ് കാത്തിട്ടൊരു നിൽപ്പുണ്ട്. പ്രത്യേകിച്ചൊരു വലിയ ഹോളിഡേയോടൊക്കെ ചേർന്നിട്ടാണെങ്കിൽ അതൊരു വല്ലാത്ത നിൽപ്പാണ്.
അപ്പോൾ ഒരു ബസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ബസ്സിലേക്ക് ഡോറിലൂടെ മാത്രമല്ല ആളുകൾ കയറുക. ആൺകുട്ടികൾ ഡോറിലൂടെ മാത്രമല്ല അതിന്റെ കമ്പിക്കകത്തിലൂടെയും കയറും. സ്വന്തം നിലക്ക് കയറാൻ കഴിയാത്തവനെ മറ്റവൻ സപ്പോർട്ട് ചെയ്ത് താങ്ങി അങ്ങ് സീറ്റിലേക്ക് തള്ളിയിടും. മത്സരിച്ച് കയറും വണ്ടിയിൽ. എങ്ങനെ കയറിയാലും സ്ത്രീകളുടെ സീറ്റിൽ ഇരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ മത്സരത്തിനൊരു പരിധി ഉണ്ടാകും. എല്ലാ സീറ്റും സമമാണ് എന്ന് വന്നാൽ ആ വാഹനത്തിൽ ഒരു പെണ്ണിനും, ഞാൻ തറപ്പിച്ചു പറയുന്നു, ഒരു പെണ്ണിനും ആ വാഹനത്തിൽ സീറ്റ് കിട്ടൂല. സീറ്റുകൾ മുഴുവൻ അതിന് യോഗ്യതയുള്ളവർ അടിച്ചു മാറ്റും. സ്ത്രീ പുരുഷ സമത്വത്തിന്റെ ഫലം ഓരോ സ്ഥലത്ത് കണ്ടുവന്നാൽ പ്രകടമാകുന്നത് എങ്ങനെ എന്ന് ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ സമത്വമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് വേറെ വിഷയമാണ്. നമ്മൾ പറയുന്നത് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ഈ സിദ്ധാന്തം പോലും പ്രകൃതിപരമല്ല എന്നാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയിൽ ഞാൻ മുമ്പ് വായിച്ചത് ഓർക്കുന്നു. അദ്ദേഹം എന്നെ കിടന്നുറങ്ങുമ്പോൾ വീട്ടിൽ, അന്ന് നമ്മളുടെ മാതിരി ഇന്നത്തെ ഈ മാസ്റ്റർ സ്വിച്ച്, ഒരു ബൾബിട്ട ഒരു സ്വിച്ച് ഇട്ടാൽ ചുറ്റുപാടും ആവശ്യത്തിലേറെ ലൈറ്റ് പ്രകാശിക്കുന്ന സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത രാത്രിയിൽ, ഒരു കാലത്ത് രാത്രിയിൽ കോഴിക്കൂട്ടിൽ നിന്ന് ഘോര ശബ്ദം, കോഴികളുടെ അലർച്ച. അപ്പോൾ ഭാര്യ ഭർത്താവിനെ വിളിച്ചുണർത്തി. എന്നിട്ട് കുറെ കട്ടകളുള്ള ഈ ബാറ്ററി ടോർച്ചിലിട്ടിട്ട് അത് മുറുക്കി സെറ്റാക്കിയിട്ട് ഇത് ഭർത്താവിന് കൊടുത്തിട്ട് അങ്ങ് ഇറങ്ങി നോക്കുക. അപ്പം അദ്ദേഹം വാതിൽ തുറന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് കോഴിക്കോട്ടിന്റെ ഭാഗത്തേക്ക്. അങ്ങ് ഇറങ്ങുന്നില്ല. അപ്പൊ ഭാര്യ പറയുന്നുണ്ട് അദ്ദേഹത്തോട്, അങ്ങ് ഇറങ്ങി നോക്ക് മനുഷ്യ, നിങ്ങളൊരാണല്ലേ. അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നുണ്ട്, അങ്ങനെ ധൈര്യം ഉണ്ടാകണമെങ്കിൽ സുലഭമായി കോഴിമുട്ട ചെല്ലണം. നീ കോഴിമുട്ടൊക്കെ വിറ്റ് കാശാക്കിയിട്ട് പാതിരാത്രിക്ക് വിളിച്ചിട്ട് അങ്ങ് ഇറങ്ങി നോക്ക് എന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നതിന് കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങൾ ഒന്നും പരിഗണിക്കാതെ ആണും പെണ്ണും സമം എന്ന് എവിടെ പറഞ്ഞാലും, ഇപ്പൊ തന്നെ നിങ്ങൾ നോക്ക്, ജെൻഡർ ന്യൂട്രാലിറ്റിയിൽ പോലും എന്താ സംഭവിച്ചത്? ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും അല്ലാത്ത അവസ്ഥയിലാക്കണം എന്നാണ്. അത് നിങ്ങൾ ഓർക്കണം. അപ്പൊ ആണും പെണ്ണും അല്ലാത്ത അവസ്ഥയിലാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ അതിന്റെ കൈകാര്യ ഭാരവാഹികളുടെ മുമ്പിൽ വന്നത് പെൺകുട്ടികളെ കൊണ്ട് ഫാൻസ് അടിക്കാമെന്നാണ്. എന്ന് പറഞ്ഞാൽ ജെൻഡർ ന്യൂട്രാലിറ്റിയിൽ പോലും പുരുഷ മേധാവിത്വം അങ്ങനെ അത് പുലരൂ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിന് അതുകൊണ്ട് ഇസ്ലാമിൻ്റെതായ അധ്യാപനങ്ങളുണ്ട്, അതിന് അതിൻ്റെതായ അടിത്തറകളുമുണ്ട്. ഞാൻ എൻ്റെ സംസാരത്തിൽ ഇതിൻ്റെ അവശേഷിക്കുന്ന സമയം അതിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ ജെൻഡർ ന്യൂട്രാലിറ്റിയിലൂടെ ഉണ്ടാക്കി തീർക്കുന്ന സ്ഥിതിവിശേഷത്തിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ ധാർമ്മികവുമായ അപകടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇവിടെ നേരത്തെ നടന്ന സംസാരത്തിൽ സാമാന്യം വിശദമായി വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ അതിന്റെ അത്ര വിസ്തരിച്ച് അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, LGBTQ എന്ന് പറയുന്ന ആ പൊളിറ്റിക്സ് അനുസരിച്ച് ആണും പെണ്ണുമല്ലാതെ കുട്ടികൾ വളരണമെന്നാണ്. ഞാൻ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നറിയാതെ, ആ ഒരു ചിന്തയില്ലാതെ, ആ വിവേചനവും ആ പരിഗണനയും ഇല്ലാതെ, അല്ലെങ്കിൽ എന്താണ് ഈ വിവേചനം എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. പരിഗണന നമുക്കറിയാം. നമ്മളുടെയൊക്കെ വീട്ടിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടല്ലോ. ആൺകുട്ടികളോട് പ്രത്യേക ഒരു സ്നേഹവും പെൺകുട്ടികളോട് ഒരു പ്രത്യേകമായ ഒരു വിവേചനവും ഉണ്ടോ? എന്നല്ല, 3 പെൺകുട്ടികളെ ഒരാൾ അതിൻ്റെതായ മര്യാദയിലും മാന്യതയിലും വളർത്തി അവർക്ക് ശിക്ഷണം നൽകി അതിന്റെ വിധിപ്രകാരം വിവാഹം ചെയ്തയക്കുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗം ഉറപ്പ് എന്ന വാഗ്ദാനം നൽകുമാറ് ഇസ്ലാം സ്ത്രീക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ 6-ാം നൂറ്റാണ്ടിലേക്ക് എല്ലാവരും കൂടി പോയാൽ രക്ഷപ്പെടുകയേ ചെയ്യൂ. 16-ാം നൂറ്റാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് മൂപ്പരോട് തന്നെ ചോദിക്കേണ്ടി വരും. അപ്പൊ 6-ാം നൂറ്റാണ്ടിലേക്ക് എല്ലാവരും കൂടി പോയാൽ രക്ഷപ്പെടുകയേ ചെയ്യൂ, അപകടമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഈ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സാധാരണ ഈ വലിയ തിയറി പറയുന്നതിന് പകരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ വേഷം എന്ന് പറയുന്നത് ഏതാണ് മാന്യതയുള്ള വേഷം? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഈ വടുതല ഈ ജംഗ്ഷനിൽ ഇവിടുത്തെ ഒരു കച്ചവടക്കാരൻ, എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കച്ചവടക്കാരൻ ഒരു ദിവസം ഒരു ബാത്ത് ടവൽ മാത്രം എടുത്തിട്ട് കട തുറക്കാൻ വന്നു. എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി അയാൾ അവിടെ വെച്ച് ഉറപ്പിക്കോ? അയാളോട് പറയും, നീ നമ്മുടെ നാട്ടിന് ചീത്തപ്പേരുണ്ടാക്കരുത്, വീട്ടിൽ പോയിട്ട് മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് വാ. അപ്പൊ അയാൾ എല്ലാവരുടെയും കൂടി ബാത്ത് ടവൽ എടുത്താൽ ഒരു പുരുഷൻ ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമുക്കത് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ എല്ലാവരുടെയും സമ്മർദ്ദം സഹിക്കവയ്യാതെ അദ്ദേഹം വീട്ടിൽ പോയിട്ട് ഒരു കള്ളിമുണ്ടും ഒരു കൈയില്ലാത്ത ബനിയനും എന്നൊരു വേഷം തിരിച്ചു എന്ന് വിചാരിക്കാൻ നമ്മൾ പറയും പോരാ, ഇതൊക്കെ കാക്കാമാരുടെ വളരെ പഴയ പ്രാകൃതമായ ഇതൊന്നും പറ്റൂല, നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് വരും. അദ്ദേഹം ഒരു സാധാരണഗതിയിൽ നമ്മളൊക്കെ പോലെ ഒരു ഫാൻസ് അല്ലെങ്കിൽ ഒരു ഷർട്ട്
അല്ലെങ്കിൽ ഒരു മുണ്ടും ഒരു ഷർട്ടും ഇങ്ങനെ ധരിച്ചു വന്നാലോ അദ്ദേഹത്തെ പറ്റി നമ്മൾ പറയും ഒരു സാധാരണക്കാരൻ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം വീട്ടിൽ പോയിട്ട് നല്ല ഒരു ഫാൻസ് ധരിച്ചു, എന്നിട്ട് കാലിന്റെ ബാക്കി ഭാഗം പുറത്ത് കാണാതിരിക്കാൻ ഷോക്സ് ധരിച്ചു, എന്നിട്ട് അദ്ദേഹം ഷർട്ട് ഇട്ടു, അതിന്റെ കഴുത്തിലെ ബട്ടൺ അബദ്ധത്തിൽ അഴിയാതിരിക്കാൻ ടൈ കെട്ടി, എന്നിട്ട് അദ്ദേഹം ഫുൾ സ്ലീവ് ഇവിടെ ബട്ടൺ ഇട്ടു, ആ ബട്ടൺ ഇട്ടതിന്റെ ഇപ്പുറത്ത് വടവിൽ ശരീരം കാണാതിരിക്കാൻ വേണ്ടി ഒരു ചെറു ബട്ടൺ അഡീഷണൽ അതും ഇട്ടു. നോക്കണം, ഇങ്ങനെ ഇദ്ദേഹം വന്നാൽ നിങ്ങൾ എന്താ പറയാ? എ ഡീസന്റ് ജെന്റിൽമാൻ. ആളെ കാണുമ്പോൾ തന്നെ എന്താ സാറേ പ്രശ്നം? നമ്മൾ 4 ആൾ ചെന്നിട്ടുണ്ടെങ്കിൽ ആ സാറ് ഇങ്ങോട്ട് മുന്നോട്ട് വരൂ, സാറിന് എന്താ കാര്യം? ആലോചിച്ച് നോക്കണം, എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ആണിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്? ഇസ്ലാമിന്റെ വിധിയല്ല. പിന്നെയോ, നിങ്ങൾ സംശയമുണ്ടെങ്കിൽ BBC, CNN പോലെയുള്ള ചാനലുകളിലേക്ക് നോക്കൂ. എന്നിട്ടും സംശയം തീരുന്നില്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള പ്രധാന യോഗങ്ങളിൽ രാഷ്ട്രത്തലവന്മാരായ നേതാക്കന്മാരുടെ വേഷം നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡീസന്റ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്. മുൻകൈയും റസൂലുള്ള പറഞ്ഞ മാതിരി തന്നെയാണ്, പക്ഷെ ആണിൻ്റെത് പെണ്ണിനും പെണ്ണിൻ്റെത് ആണിനും ആയിപ്പോയി എന്നുള്ളൊരു കുഴപ്പമുണ്ട്. മുൻകൈയും മുഖവും അല്ലാത്തതെല്ലാം മറച്ചിട്ട് ഈ പുരുഷൻ വന്നാൽ അയാൾ ഡീസന്റ് ജെന്റിൽമാൻ ആണ്. ഇസ്ലാം സ്ത്രീകളോട് പറയുന്നത് ഇതാണ് മാന്യതയുടെ വേഷമെങ്കിൽ ഈ മാന്യതയുടെ ഗുണം നിങ്ങൾക്കും കിട്ടണം. അതുകൊണ്ട് പടിഞ്ഞാറിന്റെ വ്യഭിചാര മനസ്ഥിതിയെ ഇസ്ലാമിക സ്ത്രീയുടെ ഇസ്ലാമിക വേഷമാകുന്ന ആ വേഷവിധാനമാകുന്ന ആ മഹനീയ വസ്ത്രം കൊണ്ട് പടിഞ്ഞാറിന്റെ വ്യഭിചാര മനസ്ഥിതിയെ പ്രതിരോധിക്കുക. ഇതിനുള്ള കരുത്താണ് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയത്. സുഖഭോഗങ്ങളുടെ പിന്നാലെ പോകുന്നവർക്ക് ഒരുപക്ഷെ അത് പിടിക്കില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യഥാർത്ഥത്തിൽ ഒളിച്ചു കളിക്കാനൊന്നുമില്ല. നമുക്ക് ഇതിലൊന്നും മനസ്സിലാകാത്ത പോയിന്റുമില്ല. ഞാൻ പറയുന്നത് LGBTQ എന്ന പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ ഹെട്രോനോർമറ്റീവ് എന്ന ആദിപുരാതനമായി മനുഷ്യ സമൂഹത്തിൽ അംഗീകരിച്ച് നിലനിർത്തിപ്പോരുന്ന സാമൂഹിക ഘടനകളെ തകർത്ത് ക്യൂർ നോർമറ്റീവ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് ആണാണോ, അതായത് ഇതിൽ എവിടുന്ന് തുടങ്ങുന്നുണ്ടെന്നറിയോ? ഇവരാദ്യം അട്ടിമറിച്ചത് എന്താ? നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെ കയ്യിൽ ഫോം കിട്ടുമ്പോൾ അതിലുണ്ടാവും സെക്സ് എന്ന് പറഞ്ഞാൽ ആണാണോ പെണ്ണാണോ ലിംഗം, അതാണ് സെക്സ് എന്ന് ഈ ഫോമിലൊക്കെ നമ്മൾ കാണുമല്ലോ. അത് ചിലയിടത്ത് ചിലപ്പം ജെൻഡർ എന്ന് എഴുതിയിരിക്കും. നമ്മൾ ഇത് രണ്ടും പര്യായപദങ്ങളെ പോലെയാണ് കൈകാര്യം ചെയ്തു പോന്നിട്ടുള്ളത്. LGBTQ പൊളിറ്റിക്സ് അനുസരിച്ച് സെക്സ് എന്ന് പറയുന്നത് കുട്ടി ജനിക്കുമ്പോഴുള്ള ആ ഏത് ലിംഗമാണോ അതാണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ലിംഗം നോക്കിയിട്ട് ആണാണ് എന്ന് പറഞ്ഞ് നാട്ടിലൊന്നാകെ ആൺകുട്ടിയാണ് പ്രസവിക്കപ്പെട്ടത് എന്ന് നമ്മൾ പ്രചരിപ്പിക്കുമല്ലോ. അങ്ങനെ പ്രചരിപ്പിക്കുന്നത് LGBTQ പൊളിറ്റിക്സ് അനുസരിച്ച് ശരിയല്ല. പകരം അത് അവന്റെ സെക്സ് മാത്രമാണ്, അവന്റെ ജെൻഡർ വേറെയാണ്. ജെൻഡർ എന്ന് പറയുന്നത് അവൻ വലുതായി വന്നതിന് ശേഷം അവൻ എന്താകണമെന്നാണോ തോന്നുന്നത് അതാണ് ജെൻഡർ. അതിപ്പോ എങ്ങനെ നിങ്ങൾ തീരുമാനിക്കൽ? അതുകൊണ്ട് സെക്സ് വേറെയാണ്, ജെൻഡർ വേറെയാണ്, സെക്സ്വാലിറ്റി വേറെയാണ്. ഇതൊക്കെ എവിടെ നിന്ന് വളരെ തലതിരിഞ്ഞ് നമുക്ക് തന്നെ വിചിത്രം തോന്നിപ്പോകും. ഇതൊരു സുബോധമുള്ള മനുഷ്യൻ പറഞ്ഞതാണോ അല്ലെങ്കിൽ മനുഷ്യർ അംഗീകരിക്കുമോ എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ സെക്സും ജെൻഡറും സെക്സ്വാലിറ്റിയും വേറെയാണ്. സെക്സ് എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ ഏത് അവയവത്തോടു കൂടിയാണോ ആ ലിംഗത്തിനെയാണ് സെക്സ് എന്ന് പറയുന്നത്. ജെൻഡർ എന്ന് പറയുന്നത് അങ്ങനെ ജനിച്ചു വളർന്ന ഒരാൾക്ക് വലുതാകുമ്പോൾ അയാൾക്ക് എന്താവണമെന്നാണോ തോന്നുന്നത് അതാണ് അയാളുടെ ജെൻഡർ. പെണ്ണിന് ആണാണെന്നാണ് തോന്നുന്നതെങ്കിൽ അതാണ് ജെൻഡർ. ആണിന് പെണ്ണാകണമെന്നാണ് തോന്നുന്നതെങ്കിൽ അതാണ് അയാളുടെ ജെൻഡർ. ഇനി സെക്സ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ആണിനും പെണ്ണിനുമൊക്കെ ആരുമായിട്ടാണോ ലൈംഗിക ബന്ധത്തിന് ആഭിമുഖ്യം തോന്നുന്നത് അതാണ് അവരുടെ സെക്സ്വാലിറ്റി. എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ സുസമ്മതങ്ങളായ യാഥാർത്ഥ്യങ്ങളെ തന്നെ അട്ടിമറിച്ചും മാറ്റിപ്പണിതും സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാനുള്ള ഒരു സിദ്ധാന്തം തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിവിടെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പണ്ടേ പിശാചിന്റെ പദ്ധതിയാണ്. ഇന്നും നിലയും തുടങ്ങിയ പരിപാടിയുടെ ഭാഗമല്ല. പൈശാചികമായ ഒരു സ്കീമാണിത്. പൈശാചിക സംശയമില്ല, നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്ക്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ കടക്കാൻ ഈ കുറഞ്ഞ ഒരു സമയത്തെ സംസാരത്തിൽ കഴിയില്ല. അതുകൊണ്ട് അതിന്റെ അത്ര വിസ്തരിച്ച വിശകലനത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല. വലഉളില്ലന്നഹും എന്ന് പറഞ്ഞാൽ പിശാചും മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതിൽ പിശാച് പടച്ചവനുമായി പടച്ചവൻ ചില അനുവാദങ്ങൾ അവന് കൊടുത്തിട്ടുണ്ട്. പിശാച് പറഞ്ഞിട്ടുണ്ട്, നിന്റെ മുഖലിസുകളായ ദാസന്മാരെ അല്ലാത്തവരെ എല്ലാം ഞാൻ വഴിപിഴപ്പിക്കും. ആ വഴിപിഴപ്പിക്കുന്ന പല രൂപങ്ങളുണ്ടാവും. വലഉളില്ലന്നഹും വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വലഉളില്ലന്നഹും
വലഉമന്നിയന്നഹും വലആമുറന്നഹും ഫലയുബത്തികുന്ന ആദാനിൽ അൻആം വലആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്. വളരെ ക്ലിയർ ആണ് കാര്യം. വലഉളില്ലന്നഹും, ഞാൻ അവരെ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും. വലയുമന്നിയന്നഹും, ഞാൻ അവരെ മോഹി വ്യാമോഹങ്ങളിൽ അകപ്പെടുത്തും. വലആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും. ഫലയുബത്തികുന്ന ആദാനൽ അൻആം, അങ്ങനെ അവർ മൃഗങ്ങളുടെ കാതുകൾ കീറും. അന്നത്തെ ആ കാലഘട്ടത്തിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസത്തിലേക്കാണ് ഇത് സൂചന. അങ്ങനെ അവർ മൃഗങ്ങളുടെ കാതുകൾ കീറും. പിശാച് വീണ്ടും പറയാൻ, വലആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അങ്ങനെ അവർ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ തന്നെ മാറ്റിമറിക്കും. ഈ ജെൻഡർ ന്യൂട്രാലിറ്റിക്കാരൻ കുട്ടി ആണോ പെണ്ണോ എന്ന വിവേചനമില്ലാതെ ഒരു ചിന്തയും ആലോചനയും ഇല്ലാതെ വളർന്ന ശേഷം പെൺകുട്ടിക്ക് അങ്ങനെ വളർന്നിട്ട് പിന്നെ ആണാകണമെന്ന് തോന്നുകയാണെന്ന് വിചാരിക്കുക. അപ്പോ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ പെണ്ണിന്റെ, നേരത്തെ ഇവിടെ പറഞ്ഞു, അത് പെണ്ണിന്റെ പ്രകൃതത്തോട് സഹജമായ പിന്നെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമല്ലോ. സ്വാഭാവികമായിട്ടും അവരുടെ പ്രകൃതത്തിലും പെരുമാറ്റത്തിലും സ്ത്രൈണത പ്രകടമാകുമല്ലോ. അപ്പൊ കടുകട്ടിയുള്ള അത്യന്തം അപകടകരമായ മരുന്നുകൾ കൊടുത്ത് അതിനടിച്ചമർത്തുക, എന്നിട്ട് അങ്ങനെ വളരട്ടെ എന്ന് വെക്കുക. എന്നിട്ട് വളർത്തിയിട്ട് ആ പെണ്ണിനെ ആണാക്കാൻ വേണ്ടിയിട്ട് ശസ്ത്രക്രിയ. ആണിന് പെണ്ണാന്ന് തോന്നുന്നു, പെണ്ണിന് ആണാണെന്ന് തോന്നി, എന്താ ചികിത്സ? അത് മാത്രമാണോ തോന്നുന്നത്? അത് മാത്രമല്ലല്ലോ തോന്നുന്നത്, മൃഗങ്ങളാണെന്ന് തോന്നുന്ന അവസ്ഥ. ശാസ്ത്രം അങ്ങനെ കുറെ വിഷയങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഓരോ ആളുകൾക്ക് ഓരോ സന്ദർഭത്തിൽ ഞാൻ അതാണ് ഇതാണെന്നൊക്കെ തോന്നുന്ന മാനസികാവസ്ഥ. ഇതിന്റെ കാരണം എന്താണ് എന്നും ശരിയായ ചികിത്സ എന്താണ് എന്നും ഇന്ന് വരെ വേണ്ട വിധം നിർണയിക്കപ്പെട്ടിട്ടില്ല. ഗവേഷണങ്ങളും പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ മാനസികാവസ്ഥയിൽ വളരെ വിചിത്രമായ പല കാഴ്ചപ്പാടുകളും ഉണ്ട് എന്നാണ് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അവയവങ്ങൾ തന്നെ വേണ്ടാന്നൊരുത്തിന് തോന്നുക, ഉദാഹരണത്തിന്. അല്ലെങ്കിൽ എൻ്റെ ആകാരം ഇങ്ങനെയല്ല വേണ്ടത് എന്ന് തോന്നുക. അങ്ങനെയല്ല വേണ്ടത് എന്ന് തോന്നിയിട്ട് പ്ലാസ്റ്റിക് സർജറിയിലൂടെ അവന്റെ കോലം മാറ്റിയാൽ ആ കോലത്തോടും മോന് യോജിപ്പില്ലെങ്കിലോ? അപ്പൊ ഈ പ്ലാസ്റ്റിക് സർജറി നടത്തുന്ന വിഭാഗം അങ്ങനെ തടിച്ചു കൊഴുക്കും എന്നല്ലാതെ സമൂഹത്തിൽ അതിൻ്റെ ഒരു ഗുണവും കിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ LGBTQ എന്ന് പറയുന്ന ആ ഫോർമുലയെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അതിൽ L എന്ന് പറഞ്ഞാൽ ലെസ്ബിയന്മാരാണ്, G എന്ന് G എന്ന് പറയുമ്പോൾ ഗേകളാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളും തമ്മിലും പുരുഷന്മാരും തമ്മിലുമുള്ള ലൈംഗിക പേക്കൂത്തുകളാണ്. നമുക്ക് തോന്നും ചിലപ്പം കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്, നേരത്തെ ഇവിടെ പറഞ്ഞു, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്കിത് വേദിയിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റില്ല. വാപ്പയും മക്കളും ഉമ്മയും കുട്ടികളൊക്കെ കൂടി ഇരിക്കുന്ന വേദിയിൽ ഇതൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. ഇപ്പൊ നമ്മളിത് ഇഷ്ടപ്പെട്ടിട്ട് പറയല്ല, നിർബന്ധിത അവസ്ഥ കൊണ്ട് പറയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ല, നമ്മളെ കൊണ്ട് അവർ പറയിപ്പിക്കുകയാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ അള്ളാഹ്ക്ക് ഇതൊക്കെ അറിയാലോ. അള്ളാഹു യഅലമു, കുറെ വിധികൾ പറയുന്നിടത്ത് അള്ളാന്റെ ഒരു പ്രസ്താവന ഉണ്ടാവും. എന്ത്? അള്ളാഹു യഅലമു അൻതും ലാ തഅലമൂൻ, അള്ളാഹ്ക്ക് അറിയാം, നിങ്ങൾക്കറിയില്ല. വിശുദ്ധ ഖുർആനിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പേ അള്ളാഹു മാനവ സമൂഹത്തിന്റെ മാർഗദർശനത്തിന് വേണ്ടി നൽകിയ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ ലൂത്ത് നബിയുടെ ജനതയുടെ വാദവും അവരുടെ ചെയ്തിയും എത്രത്തോളം ഹീനമായ ചെയ്തി എന്ന് ചോദിച്ചാൽ, അവർക്ക് ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക്, ഇബ്രാഹിം നബിയും ലൂത്ത് നബിയും സമകാലികരാണ്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു വശത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രവർത്തിക്കുമ്പോൾ വേറെ ഒരു ഭാഗത്ത് ലൂത്ത് നബി അലൈഹി സ്വലാം. അതിലൊക്കെ വേറെ പാഠങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വീട്ടിലേക്ക് അതിഥികളായി മനുഷ്യരുടെ ആകാരത്തിൽ 2 മാലാഖമാര്, 2 മലക്കുകൾ വന്നപ്പോ സുന്ദര കോമളന്മാരായ ഇവരെ കണ്ടിട്ട് ഈ ഭോഗികളായ ജനതകളെല്ലാം, മനുഷ്യരെല്ലാവരും കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ വീടിന്റെ ചുറ്റുവട്ടം വളഞ്ഞിട്ട് ഖരാവോ നടത്തുന്നതിന്റെ രംഗമൊക്കെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് തോന്നിപ്പോ ഇതെന്തിനപ്പ ആ പഴയ കഥ ഇപ്പൊ പറഞ്ഞിട്ട്? നല്ല മനസ്സോടെ ജീവിക്കുന്ന മനുഷ്യരിൽ ഈ അധമ വിചാരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് തോന്നിപ്പോകും. പക്ഷെ നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ അങ്ങനെ കൈകാര്യം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇമാതിരി ഓരോ വാദഗതികൾ വരുമ്പോ, പ്രത്യേകിച്ച് അവിടെ നിന്നാണല്ലോ വരുന്നത്. ലഡ്കിയാം പട് രഹി ഹെ അംഗ്രേസി. അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ലഡ്കിയാം പട് രഹി ഹെ അംഗ്രേസി ടൂണ്ട്ലി ഖൗമിനെ നജാഹ് കി റാഹ് रोशे मगरिबी है मुद्दे नजर वो ज़गे मशरिक को जानते हैं गुनाह ये ड्रामा दिखाएगा क्या सीन पर्दा उठने की मुंतजिर है निगाह. എന്ന് പറഞ്ഞാൽ ലഡ്കിയാം പഠ് രഹി ഹെ അംഗ്രേസി. പെൺകുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. പെൺകുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കണതിനൊന്നും ഇഖ്ബാൽ എതിരല്ല.
അദ്ദേഹം തന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നല്ല അവഗാഹമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക രചനകളും അതുപോലെ ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിനോടൊരു പുച്ഛമോ അവജ്ഞയോ അദ്ദേഹത്തിനില്ല. പക്ഷേ വെസ്റ്റ് ഈസ് ദി ബെസ്റ്റ്. പടിഞ്ഞാറാണോ എങ്കിൽ മഹത്തരം. അവിടെ നിന്ന് എന്ത് വന്നാലും മണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ഒരു മാനസികാവസ്ഥ സാമ്രാജ്യത്വം അന്ന് സൃഷ്ടിച്ചിട്ട് ഇന്ന് പോലും അത് പോയിട്ടില്ല. ആ രോഗത്തെ പറ്റിയാണ് അല്ലാമ ഇക്ബാൽ പറഞ്ഞത്. എന്ത്? പെൺകുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൗമിനെ ടൂണ്ടിലി ഫലാഹിക്കി റാ. ഇന്ന് സമുദായം രക്ഷയുടെ വഴി കാണുന്നത് ആ മാർഗത്തിലാണ്. ഇത്രയും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അല്ലാമ ഇക്ബാൽ പറയാണ്, റോഷെ മഗ്രിബി ഹെ മുദ്ദെ നസർ, റോഷെ മഗ്രിബി ഹെ മുദ്ദെ നസർ. പടിഞ്ഞാറിന്റെ മഹാത്മ്യമാണ് കൺനിറയെ. പടിഞ്ഞാറിന്റെ മഹാത്മ്യമാണ് കൺനിറയെ എന്ന് മാത്രമല്ല, കിഴക്കിന്റെ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് പുരോഗതിക്ക് തടസ്സം എന്ന ഒരു വികാരവും കൂടിയുണ്ട്. ഈ നാടകത്തിന്റെ അവസാനം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഉള്ള അവശേഷിച്ച നാണം പോലും, നാണമാണല്ലോ, നാണം ആണിനും ഒരു നാണം വേണം. ഇതാലും ലജ്ജയില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയതൊക്കെ പറയാം. അവിടെയാണ് ഇപ്പൊ നമ്മുടെ ലോകമെത്തി നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ശരിക്കും വളരെ വലിയ ഒരു ഗൂഢാലോചനയാണ്. ഇത് നിസ്സാരമായ കാര്യമല്ല. അങ്ങനെ ഒരു ഗൂഢാലോചനക്കുള്ള ശേഷി പിശാചിനുണ്ട്. പിശാചിന് പടച്ച തമ്പുരാൻ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് പിശാച് പറഞ്ഞത്, ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും, അങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ അവർ മാറ്റിമറിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ആണും പെണ്ണും അല്ലാത്ത അവസ്ഥയിൽ മനുഷ്യരെ വളർത്തിയിട്ട് അവരുടെ ജെൻഡർ അവർ തിരിച്ചറിഞ്ഞപ്പോ അവരുടെ ശരീരം ഒന്ന് വേറെ, അവർ കൊണ്ടു നടക്കുന്ന മാനസികാവസ്ഥ വേറെ. യൂറോപ്യൻ രാജ്യങ്ങളിലെ അറിയപ്പെട്ട ഹോസ്പിറ്റലുകളിലൊക്കെ ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി വന്നു നിൽക്കുന്നവരുടെ നീണ്ട ക്യൂ ആണ്. എന്താ കാരണം? ഇമാതിരി അരാജകത്വങ്ങളാണ് അവർ മനുഷ്യരിൽ വളർത്തിയത്. സ്വാഭാവികമായിട്ടും അതിന്റെ ഫലമായി സമൂഹത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായി. അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ആണിന് ആണിന്റെ വേഷം, പെണ്ണിന് പെണ്ണിന്റെ വേഷം. ആണിന്റെയും പെണ്ണിന്റെയും അസ്തിത്വങ്ങൾ ഒന്ന് മറ്റൊന്നിന് ബദലല്ല. ആണുങ്ങൾ വളരെ ഉഷാർ, സ്ത്രീകൾ ഒന്നിനും കൊള്ളാത്ത അബലകൾ എന്ന കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. ആണോ പെണ്ണോ ആവട്ടെ, പടച്ച തമ്പുരാൻ മുന്നോട്ട് വെക്കുന്ന ഈ ജീവിത പദ്ധതി അനുസരിച്ച് പണിയെടുക്കാൻ സന്നദ്ധമാണെങ്കിൽ എല്ലാവർക്കും തുല്യ പ്രതിഫലം. പക്ഷെ സ്ത്രീകൾക്ക് ചില ഇളവുകൾ പടച്ച തമ്പുരാൻ നൽകിയിട്ടുണ്ട്. സ്ത്രീകളുടെ ശരീരത്തിൽ പുരുഷന്റെ ശരീരത്തിൽ ഇല്ലാത്ത പല അവയവങ്ങളുമുണ്ട്. ഈ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ നമ്മൾ ഈ വേഷത്തിൽ സാരിയിലും ചുരിദാറിലും ഫാൻസിലും ഷർട്ടിലും കാണുന്ന വ്യത്യാസമല്ല. അത് ആ മനുഷ്യരുടെ തുടക്കത്തിൽ ബീജസങ്കലനം നടന്ന് പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും തമ്മിൽ കൂടിക്കലർന്ന് അവിടുന്ന് രൂപപ്പെടുന്ന ആ ആദ്യ നാളുകളിൽ തന്നെ ഈ വ്യത്യാസം പ്രകടമാണ്. ശാരീരിക ഘടനയുടെ എല്ലാ സവിശേഷതകളിലും ആ വ്യത്യാസം കാണാം. ആ വ്യത്യാസം കാത്തു സൂക്ഷിക്കുക. ആ വ്യത്യാസത്തോടെ രണ്ടിനെയും സമീപിക്കുക. സ്ത്രീക്ക് സ്ത്രീയാണെന്ന ബോധമുണ്ടാക്കുന്നത് കുറച്ചധികം ഉത്തരവാദിത്വം അവർക്കുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പോ അതിനൊക്കെ ആവശ്യമായ അവരുടെ ശരീരപ്രകൃതിക്ക് ഇണങ്ങുന്ന ഒരു പ്രകൃതം, ലജ്ജ, അതവരിലുണ്ട്. അതാണ് അല്ലാമ ഇക്ബാൽ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ കൂടി ആയപ്പോ അവസാനം എന്ത് സംഭവിച്ചു? അവശേഷിച്ച ലജ്ജ പോലും പോയി. പടിഞ്ഞാറുമായിട്ടുള്ള വിവേചനരഹിതമായ ഈ മാനസിക അടിമത്വമുണ്ടല്ലോ, തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനും കഴിയാതെ പടിഞ്ഞാറിന്റെ പിന്നാലെ പോയാൽ ഇതിലും വലിയ അപകടത്തിലേക്കും ഇവരെത്തും. നമ്മളുടെ വേൾഡ് ബാങ്കിന്റെ ഫണ്ടിങ്ങിൽ ഇവിടെ നമ്മൾ DPEP മുമ്പ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് DPEPയുടെ ആ കാലം മുതൽ തുടങ്ങി വെച്ചിട്ടുള്ള അത്തരം സാമ്രാജ്യത്വ അജണ്ടകളുടെ തുടർച്ചയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ സാമ്രാജ്യത്വ സംശക്തികളോ ഇന്ന് പൈശാചികമായ ആൾക്കോലങ്ങളാണ് അവർ എന്ന് നമ്മൾ കാണേണ്ടതായിട്ട് വരും. ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും, അങ്ങനെ അവർ മനുഷ്യന്റെ സൃഷ്ടിപ്പ് മാറ്റിമറിക്കും. അപ്പൊ ജെൻഡറിനെ കുറിച്ചുള്ള വിവേചന ബോധമില്ലാതെ ആളുകൾ വളർന്നിട്ട് ആ വളർച്ചയുടെ കൗമാരപ്രായത്തിൽ ശരീരത്തിൽ അത് പ്രകടമാകുമ്പോൾ കടുത്ത ശേഷിയുള്ള മരുന്ന് കൊടുത്ത് ഒതുക്കിയിട്ട് അവിടുന്ന് പിന്നെ കുറച്ച് മുന്നോട്ട് പോയിട്ട് ആണിന് പെണ്ണാണ് എന്നാണ് തോന്നുന്നതെങ്കിൽ അവനെ പെണ്ണാക്കാനുള്ള ഹോർമോൺ ചികിത്സയാണ് അടുത്ത ഘട്ടം. നോക്കണം, ആ ഘട്ടവും കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മൂന്നാമത്തെ ഘട്ടം ഈ പറയപ്പെട്ട ശസ്ത്രക്രിയകളാണ്.
ഇങ്ങനെ ഒരു സമൂഹത്തിൽ LGBT എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ലെസ്ബിയന്മാർ, അതുമായി കോംപ്രമൈസ് ചെയ്യാവുന്ന ഒരു പോയിന്റുമില്ല. ഗേകളും അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ അഭിലാഷങ്ങൾ ഇത് ന്യായമാണെന്ന് പറഞ്ഞ് ആരതിനു വേണ്ടി വാദിച്ചാലും ശരി, മനുഷ്യത്വം അംഗീകരിക്കുന്ന സംസ്കാര സമ്പന്നനായ ഒരാൾക്കും അതിനോട് യോജിക്കാൻ കഴിയില്ല. ആ കാഴ്ചപ്പാടിനെയാണ് ഹെറ്ററോ നോർമറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ നടത്തിയ പ്രസ്താവനയൊക്കെ ഉണ്ടല്ലോ, അത്തരം പ്രസ്താവനകളൊക്കെ ഹെറ്ററോ നോർമറ്റീവ് മെന്റാലിറ്റിയിൽ നിന്ന് വരുന്നതാണ്. ആ മെന്റാലിറ്റി തന്നെ അങ്ങ് മാറണം. അപ്പൊ പിന്നെ എങ്ങനെയൊന്നും പറയില്ല, ഓർക്ക് അങ്ങനെയാണോ ഇഷ്ടം എന്നാ അങ്ങനെ ആയിക്കോട്ടെ, ഇവർക്ക് ഇങ്ങനെയാണോ ഇഷ്ടം എന്നാ ഇങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഒരുത്തന് അങ്ങനെ ഇങ്ങനെ ഇഷ്ടമുണ്ടെങ്കിലോ അതാണ് പിന്നെ LGB എന്ന് പറയുന്നത്, ബൈസെക്സൽസ് ആണ്. ഇയാൾക്ക് ചിലപ്പോൾ ആണുങ്ങളുമായി ബന്ധപ്പെടണമെന്ന് തോന്നും, ചിലപ്പോൾ പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെടണമെന്ന് തോന്നും. ബൈസെക്സൽസ് രണ്ടുമാവാം. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ഇതിലൊന്നും പെടാത്ത വേറൊരു കാര്യമാണ്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്, ഇന്റർസെക്സ് എന്ന് പറയുന്നത്, അസെക്സൽസ് എന്ന് പറയുന്നത്, ഇങ്ങനെ മൂന്നെണ്ണം കൂടി അധികമുണ്ട്. അതാണ് LGBTQ+ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ട ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ, ആണിന്റെ ശരീരത്തിൽ പെണ്ണ് കുടുങ്ങിയിരിക്കുകയാണ്. പുരുഷന്റെ ശരീരത്തിൽ പെണ്ണ് കുടുങ്ങിയിരിക്കുകയാണ്. അതിൽ നിന്ന് അവളെ മോചിപ്പിച്ചെടുക്കണം. അതിനു വേണ്ടിയുള്ള പണിയാണ് എടുക്കേണ്ടത് എന്നാണ് LGBTQ പൊളിറ്റിക്സിന്റെ ആളുകൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഓരോ മാനസികാവസ്ഥകളാണ്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ആ നിലക്ക് ആലോചിക്കുന്നതിന് പകരം ഒരുത്തനും മൃഗമാണ്, ചെന്നായയാണ് എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ ആ തോന്നലിനനുസരിച്ച് ഇവനെ ചെന്നായാക്കാനുള്ള ശസ്ത്രക്രിയയാണോ പരിഹാരം? അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്ജെൻഡറുകളുടെ കാര്യത്തിൽ മാത്രം ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പൊ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് വേറൊരു സാധനമാണ്. ഇന്റർസെക്സ്, നമ്മൾ ഈ അറബിയിൽ ഹുൻസ എന്ന് പറയുമല്ലോ പണ്ട്, ഈ ഹുൻസ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ അല്ല, അത് ഇന്റർസെക്സ് എന്ന് പറയുന്ന ഉഭയലിംഗി എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് ലിംഗവും ഉണ്ടാകും. ചിലപ്പോൾ ആണിന്റെ ലിംഗവും സ്ത്രീയുടെ ലിംഗം, പിന്നെ പെണ്ണിന്റെ ലിംഗവും ഉണ്ടാവും. ചിലപ്പോൾ ലിംഗം ഏതായിരുന്നാലും അത് അതിൽ വേറെ പല ജനിതകമായ പ്രശ്നങ്ങളും ഉണ്ടാവും. അങ്ങനത്തെ അവസ്ഥയിലുള്ള ആളുകൾ, അതൊക്കെ അതാത് കേസുകൾ കേസ് ബൈ കേസ് നോക്കി എങ്ങനെ പരിഹരിക്കാമോ അങ്ങനെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ്. അല്ലാതെ അതിനൊക്കെ കൂടി ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട് ആകെ കൂടി അരാജകത്വം സൃഷ്ടിച്ചത് കൊണ്ട് ഒരു സമൂഹവും രക്ഷപ്പെടില്ല. അസെക്സൽസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലൈംഗികമായ യാതൊരു വിചാരവും അഭിനിവേശവും ഇല്ലാത്ത വളരെ വളരെ അപൂർവമായ വേറൊരു കൂട്ടരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ അവസാനം പറഞ്ഞ മൂന്നെണ്ണത്തിന്റെ മറവിൽ ആദ്യം പറഞ്ഞ മൂന്നെണ്ണം LGB, ഈ മൂന്നിന്റെയും ആളുകൾ അവരുടെ എല്ലാ ദുരുദ്ദേശങ്ങളും, കുൽസിത ശ്രമങ്ങൾ, ദുരുദ്ദേശങ്ങളും ഹീന താല്പര്യങ്ങളും നേരത്തെ പറഞ്ഞ അവസാനം പറഞ്ഞ മൂന്ന് വിഭാഗത്തിന്റെ മറവിലും ചെലവിലും വെളുപ്പിച്ചെടുക്കാനുള്ള വളരെ ഗൂഢമായ നീക്കങ്ങളാണ് LGBT പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതിനങ്ങനെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നേരത്തെ ഉദ്ഘാടകന്റെ പ്രസംഗത്തിൽ ഇതിന്റെ വേറെ ചില വശങ്ങൾ വേറെ ഒരു ഭാഷയിൽ വന്നതുകൊണ്ട് ഞാനിപ്പോൾ ആവർത്തനം ഭയന്ന് അതിലേക്ക് ഇനിയിപ്പോൾ കടക്കുന്നില്ല. പ്രിയമുള്ളവരെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്വഭാവത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സംജാതമായിരിക്കുകയാണ്. അപ്പൊ ഇത് മുമ്പ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, പടിഞ്ഞാറിൽ നിന്ന് നമുക്ക് മുമ്പ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടൊരു വാദഗതി വന്നു. ഇസ്ലാമിൽ ജനാധിപത്യമുണ്ട്, പക്ഷെ പടിഞ്ഞാറിന്റെ ജനാധിപത്യത്തിന് വേറെ ചില ചേരുവകളും കൂടിയുണ്ട്. അവിടെ മനുഷ്യന്റെ സ്വതന്ത്ര പരമാധികാരത്തെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. സെക്യുലർ എന്ന് പറയുമ്പോൾ കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് സുപരിചിതമായ സെക്യുലറിസം അല്ല, നോൺ റിലീജിയൻ എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ സെക്യുലറിസം മുമ്പ് വന്നു. അപ്പൊ നമ്മൾ അതിനെ സയ്യിദ് അബുൽ അല മൗദൂദിയെ പോലെയുള്ള പണ്ഡിതന്മാർ, ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പടിഞ്ഞാറിൽ നിന്നാണോ വരുന്നത് സംഗതി മോശാവൂല, വെസ്റ്റ് ഈസ് ദി ബെസ്റ്റ് എന്ന മനോഭാവത്തോടെ അതിനെ ഏറ്റെടുക്കുന്നതിന് പകരം വിശുദ്ധ ഖുർആനിന്റെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യത്തിന്റെയും അടിസ്ഥാനത്തിൽ അതിനെ പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ഇത് ദൈവവിരുദ്ധമായ ഒരാശയമാണ്. എന്താ പറഞ്ഞത്? ജനാധിപത്യം എന്നാണല്ലോ. ജനാധിപത്യം, ഞാൻ ഇതിലേക്ക് വരാം. ഈ ചർച്ച തമ്മിലൊരു ബന്ധമുണ്ട്, അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇപ്പൊ ഇത് പറയുന്നത്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ ആധിപത്യം ജനങ്ങൾക്ക്, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആധിപത്യം ഉണ്ടോ? ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആണല്ലോ. നമുക്ക് ജനങ്ങളുടെ മേൽ ജനങ്ങളുടെ സ്വതന്ത്ര ആധിപത്യം, ജനാധിപത്യം എന്നാണ് പ്രയോഗം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ആധിപത്യമുണ്ടോ? മറ്റുള്ളവരുടെ കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ.
നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ, നിങ്ങൾ ഏത് വിശ്വാസക്കാരനായാലും ശരി, നിങ്ങൾ ഏത് ആചാരക്കാരനായാലും ശരി, ഏത് കാഴ്ചപ്പാട് ജീവിതത്തിൽ വെച്ചു പുലർത്തുന്ന ആളായാലും ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ആധിപത്യമുണ്ടോ? ഒരിക്കലുമില്ല. നമുക്ക് നമ്മുടെ മേൽ ആധിപത്യമുണ്ടെങ്കിൽ നമ്മൾ എവിടെ ജനിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയേണ്ടതായിരുന്നു. ആരാവണം നമ്മുടെ മാതാപിതാക്കൾ എന്ന് തീരുമാനിക്കാൻ കഴിയേണ്ടിയിരുന്നു. നമ്മുടെ ആകാരം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ആയുസ്, നമ്മുടെ അവയവങ്ങളുടെ ഉപയോഗം, ഇതൊക്കെ നിർണ്ണയിക്കാൻ കഴിയണമായിരുന്നു. അതിനൊന്നും കഴിയില്ല. ഇങ്ങനെ ഒരധികാരവും നമുക്ക് നമ്മുടെ മേലെയില്ല. ഒരു തത്വജ്ഞാനി പണ്ട് ഒരു സാധാരണക്കാരനോട് പറഞ്ഞതുപോലെ, ഒരു എഴുന്നേറ്റ് നിന്ന് ഒരു സമയം ഒരു കാലുയർത്താനുള്ള സ്വാതന്ത്ര്യമേ മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ളൂ. രണ്ടാമത്തെ കാലും കൂടി ഉയർത്തിയാൽ മലർന്നടിച്ചവിടെ വീഴും. ഇത്ര തന്നെ. അപ്പൊ നമുക്ക് നമ്മുടെ മേൽ ആധിപത്യമില്ല എങ്കിൽ എന്റെ ചോദ്യം, സ്വന്തത്തിന്റെ മേൽ ആധിപത്യമില്ലാത്ത കുറെ ആളുകൾ സംഘടിച്ചാൽ ജനാധിപത്യമാകൽ എങ്ങനെയാണ്? അപ്പൊ വളരെ ദാർശനികമായ സ്വഭാവത്തിൽ സയ്യിദ് അബുൽ അല മൗദൂദി പാശ്ചാത്യന്റെ ഇത്തരം വാദഗതികളെ അന്ന് വിലയിരുത്തുകയും വിശകലനം നടത്തുകയും ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് തള്ളേണ്ടതിനെ തള്ളി, കൊള്ളേണ്ടതിനെ കൊണ്ടു. ആ കൊള്ളേണ്ടത് എന്ന് പറയുന്നത് പാശ്ചാത്യന്മാർ കണ്ടുപിടിച്ചതല്ല, പണ്ടേ നമുക്ക് സുപരിചിതമായ ശൂറാ സ്വഭാവം, ഖിലാഫത്തിന്റെ സംസ്കാരം, കൂടിയാലോചനയുടെ സംസ്കാരം. അപ്പൊ ഞാൻ എന്തിനാ ഇപ്പത് പറഞ്ഞത്? പാശ്ചാത്യനിൽ നിന്ന് ഇപ്പൊ പുതിയതായിട്ട് പലതും വന്നുകൊണ്ടിരിക്കും. ആ കൂട്ടത്തിൽ ഒന്നാണ് LGBT അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. ജെൻഡർ ന്യൂട്രാലിറ്റിക്കാരുടെ വാദം, ജനാധിപത്യത്തിന്റെ വാദം എന്തായിരുന്നു? എന്റെ രാജ്യം, എന്റെ ഇഷ്ടം. പാശ്ചാത്യൻ ജനാധിപത്യത്തിന്റെ വാദം ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ ഇഷ്ടം എന്നതായിരുന്നു. നേരത്തെ ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രതിയോഗിയായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള നമ്രൂദ്, അദ്ദേഹത്തിന്റെ വാദഗതി എന്താ? എന്റെ രാജ്യം, എന്റെ ഇഷ്ടം. എന്റെ രാജ്യം, എന്റെ ഇഷ്ടം എന്ന വാദഗതിയെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന്റെ അടിത്തറയിൽ നേരിട്ടു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഓർക്കണം നമ്മൾ. അതേ സന്ദർഭത്തിൽ, അതേ കാലത്ത്, കുറച്ചപ്പുറത്തൊരു പ്രദേശത്ത് സദോം നിവാസികളുടെ ഇടയിൽ ലൂത്ത് നബി അലൈഹി സ്വലാം. എന്താ സദോം നിവാസികളുടെ വാദം? ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ ഇഷ്ടം. എന്റെ രാജ്യം, എന്റെ ഇഷ്ടം എന്ന പോലെ തന്നെ ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ ഇഷ്ടം. ഈ മനുഷ്യന്റെ ശരീരം ഇവരുടെ ശരീരമാണോ? ഇവരുടേതാണോ? അതിന്റെ ഉടമസ്ഥത മനുഷ്യനാണോ? ഇവന്റെ ശരീരമാണെങ്കിൽ ഈ ശരീരത്തിന് വയസ്സ് കൂടുന്നതിനനുസരിച്ച് ക്ഷീണിക്കുന്നത് എങ്ങനെ? കണ്ണിന്റെ കാഴ്ച മങ്ങുന്നത് എങ്ങനെ? മുടി നിരക്കുന്നത് എങ്ങനെ? തൊലി ചുളിയുന്നത് എങ്ങനെ? പല്ല് പൊഴിയുന്നത് എങ്ങനെ? അപ്പൊ ഇവന്റെ ശരീരമല്ല. മരിക്കാൻ തന്നെ ഒഴിവില്ലാത്ത തിരക്കിനിടക്ക് മരണത്തിന് നീണ്ടു നിവർന്ന് കടന്നു കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്? എന്റെ ശരീരം എന്ന് നമ്മൾ വമ്പ് പറയുന്നതാണ്. ശരീരം ദൈവത്തിന്റെ ഒരു ദാനമാണ്. അവൻ നൽകിയ അനുഗ്രഹമാണ്. അവൻ വിചാരിച്ചാൽ അത് തിരിച്ചു വിളിക്കും എന്നാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസം. ഇതൊന്നുമില്ലാത്ത ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിനൊരർത്ഥവും ഒരു നിർവചനവും നൽകാൻ ഗൗരവപൂർവ്വം അവർക്ക് സാധ്യമല്ല. അത്തരം കാഴ്ചപ്പാടുകളുടെ വിശകലനത്തിന് ഞാൻ ഇപ്പോൾ സമയം ചെലവഴിക്കുന്നില്ല. ഈ സംസാരം അവസാനിപ്പിക്കാനടുത്ത ഈ സന്ദർഭത്തിൽ ഒരു ഗൗരവപ്പെട്ട ആശയതലം ഞാൻ ഈ സദസ്സുമായിട്ട് പങ്കുവെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം, എന്റെ രാജ്യം, എന്റെ ഇഷ്ടം എന്ന് നമ്രൂദ് പറഞ്ഞപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിന്റെ അടിത്തറയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിനെ അംഗീകരിച്ചില്ല. ഇത് നിന്റെ രാജ്യമല്ല, അതുകൊണ്ട് നിന്റെ ഇഷ്ടം ഇവിടെ പറ്റില്ല. അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്. ഖുർആൻ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നമ്രൂദിൻ ഇബ്രാഹിം നബിയോട് തന്റെ റബ്ബിന്റെ കാര്യത്തിൽ, തന്റെ നാഥന്റെ കാര്യത്തിൽ തർക്കിച്ചവനെ നീ കണ്ടില്ലയോ? തർക്കത്തിന് അയാളെ പ്രേരിപ്പിച്ചത് അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്, അയാൾക്ക് ലേശം അധികാരം അല്ലാഹു നൽകിയിരുന്നു ഒരു നിശ്ചിത പ്രദേശത്ത് എന്നതാണ്. അപ്പൊ ഒരു രാജ്യം തന്റെ കയ്യിലുണ്ട് എന്ന് വെച്ച് എന്റെ രാജ്യം, എന്റെ ഇഷ്ടം എന്ന് അയാൾ വാദിച്ചു. ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ ജനതയെ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ ഇഷ്ടം. ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ ഇഷ്ടം എന്നാണ് അവർ അന്ന് വാദിച്ചത്. ലൂത്ത് നബിയുടെ ജനത, സദോം നിവാസികൾ, ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ ഇഷ്ടം. ഈ വാദഗതികളൊക്കെയും ഒരുപോലെ അപകടകരമാണ്. ഈ വാദഗതികളെല്ലാം ഒരുപോലെ ദൈവധിക്കാരമാണ്. ഈ വാദഗതികളെല്ലാം മനുഷ്യൻ സ്വതന്ത്ര പരമാധികാരിയാവുന്നു എന്ന മനോഭാവത്തിൽ നിന്നുള്ളതാണ്. മനുഷ്യന്റെ മേൽ അങ്ങനെ ഒരു അധികാരവുമില്ല എന്നാണ് ഇസ്ലാമിക അധ്യാപനങ്ങളുടെ ആകത്തുക എന്ന് മനസ്സിലാക്കുമ്പോൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാദഗതികളെ കേവലം ഒരു യൂണിഫോമിന്റെയോ കേവലം ചില പദാവലികളുടെയോ പ്രശ്നമല്ല,
ഇത് ആദർശത്തിന്റെ പ്രശ്നമാണ്. മനുഷ്യൻ അവന്റെ കാര്യം അവൻ തന്നെ തീരുമാനിച്ചു കൊള്ളാം. അതുകൊണ്ടാണ് ഇവർ ശരീരം കൊണ്ട് തോന്നിയതുപോലെ അതിൽ ഈ LGBTQ എന്ന് പറയുന്ന ഇത് മാത്രമല്ല, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ മൃഗരതി, ശവരതി, സഭയിൽ എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധുക്കള്, അച്ഛനും മക്കളും തമ്മിൽ, അത് മകളും തമ്മിൽ, അതുപോലെ അമ്മയും മകനും തമ്മിലൊക്കെയുള്ള ബന്ധം, ഇതിനെ ഉൾപ്പെടെ ഇത്തരം ഹെട്രോനോർമറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു കാഴ്ചപ്പാടിനെ അങ്ങ് മാറ്റിവെച്ചാൽ പിന്നെ എന്തുമാവാം എന്നിടത്തേക്കാണ് അത് പോകുന്നത്. ഈ മാനസികാവസ്ഥ ആശയപരമായി തന്നെ നമ്മൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തത്തിന്റെ ലക്ഷണമാണ് ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ആ ഒരു വശത്തെക്കുറിച്ച് കൂടി സഹോദരന്മാർ ചിന്തിക്കണം. ലാ ഇലാഹ എന്ന് പറയുമ്പോൾ, അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ താല്പര്യം? വിശുദ്ധ ഖുർആൻ അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ വളരെ ക്ലിയർ ആണ്. എന്ത്? ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആകാശഭൂമികൾ തകർന്നടിഞ്ഞേനെ. വളരെ ശരിയാണല്ലോ. ആകാശഭൂമികളുടെ മേൽ അധികാരമുള്ളവനെയാണ് ഇലാഹ് എന്ന് പറയാ. അല്ലാതെ നമ്മൾ ആരോപിച്ച ഇലാഹിനെ കുറിച്ചല്ല. പടച്ചവൻ നമ്മളോട് അവനെ നമ്മൾ ഇലാഹായി സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ അള്ളാഹ് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ അർത്ഥത്തിൽ ഒന്നിലധികം ഇലാഹ് പറ്റൂല എന്ന്. അതാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. ലൗകാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത. ആകാശഭൂമികളിൽ ഒന്നിലധികം അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് വേഗം അർത്ഥം മനസ്സിലാവും. ആകാശഭൂമികളിൽ ഒന്നിലധികം അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആകാശവും ഭൂമിയും തകർന്നേനെ. സംശയമുണ്ടോ? ഈ നമ്മൾ കാണുന്നതും കാണാത്തതുമായ മുഴുവൻ ഗ്രഹോപഗ്രഹങ്ങളും വളരെ വ്യവസ്ഥാപിതമായി അതിവേഗതയിൽ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നിശ്ചിത റൂട്ടിലാണ്. അതിന് റൂട്ട് നിശ്ചയിക്കുന്നത് ഒരു ശക്തിയാണ്. അങ്ങനെ റൂട്ട് നിശ്ചയിക്കാൻ ഒരു ശക്തി ഇല്ല എന്ന് വിശ്വസിച്ചാൽ മനസമാധാനത്തോടു കൂടി ഭൂമിയിൽ നടക്കാൻ പറ്റൂല. സിറ്റികളിലെ ഓട്ടോകളെ പോലെയാണ് അവിടെ ഗോളങ്ങളെന്ന് കരുതിയാൽ ഒരു നിമിഷം നമുക്ക് മനസമാധാനം ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഒരു റൂട്ടുണ്ട്, ആ റൂട്ട് നിശ്ചയിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഒന്നാണ്. ഒന്നിലധികം കേന്ദ്രങ്ങൾ അത് നിർവഹിച്ചാൽ പരസ്പര ധാരണയില്ലാതെ ഏറ്റുമുട്ടും. ഒരേറ്റുമുട്ടലും ഇന്നോളം ഉണ്ടായിട്ടില്ല. എന്നെങ്കിലും ഏറ്റുമുട്ടുന്നോ എങ്കിൽ അത് ദൈവനിശ്ചയത്തിന്റെ ഭാഗം മാത്രമാണ്. അപ്പോ ആകാശഭൂമികളിൽ ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആകാശവും ഭൂമിയും തകർന്നേനെ എന്ന പ്രസ്താവനക്ക് തുടർന്ന് അള്ളാഹു ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. അതാണ് വിഷയത്തിന്റെ മർമ്മം. അതെന്താണ് ആ പ്രയോഗം? ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല, ബാക്കി എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ ആരാണ് ശരിക്കും ഇലാഹ്? ആരാണ് ഇലാഹ് എന്ന് ചോദിച്ചാൽ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരം ആർക്ക് കൊടുത്തോ അവനാണ് ഇലാഹ്. നിങ്ങളുടെ ജീവിതത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരം ആർക്കാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരം നിങ്ങളുടെ രാഷ്ട്രത്തിനാണെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രമാണ് നിങ്ങളുടെ ഇലാഹ്. നിങ്ങൾ സമ്പത്തിനാണ് നൽകുന്നതെങ്കിൽ സമ്പത്താണ് ഇലാഹ്. ഇച്ഛക്കാണ് നൽകുന്നതെങ്കിൽ ഇച്ഛയാണ് ഇലാഹ്. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ഇച്ഛയെ ഇലാഹാക്കിയവനെ നീ കണ്ടില്ലയോ? അപ്പൊ ഇച്ഛയെ ഇലാഹാക്കുകയാണ് LGBT പൊളിറ്റിക്സിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ കാണണം. കാരണം ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ ഇഷ്ടം. അപ്പൊ ജീവിതത്തിന്റെ അവസാന വാക്ക് അവരുടെ ഇച്ഛയാക്കി മാറ്റിയിട്ട് ഇച്ഛക്ക് ഇബാദത്തെടുക്കുക, ഇച്ഛയെ ആരാധിക്കുക, ഇച്ഛക്ക് വണങ്ങുക, ഇച്ഛക്ക് പരമാധികാരം നൽകുക. അതൊരു സാമൂഹിക വ്യവസ്ഥയും ഒരു പദ്ധതിയും ഒരു സിദ്ധാന്തവുമായിട്ട് വരുമ്പോ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാഴ്ചപ്പാടുമായിട്ട് അടിസ്ഥാനപരമായി തന്നെ വിയോജിക്കുന്നു, ഏറ്റുമുട്ടുന്നു എന്നുകൂടി നമ്മൾ കാണണം. അപ്പൊ LGBT പോലെയുള്ള ഇത്തരം വാദവതികളെ, ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയുള്ള സിദ്ധാന്തങ്ങളെ ആശയപരമായി തന്നെ വിശകലനം ചെയ്യുക എന്നത് നമ്മുടെ പ്രബോധന സംസ്കരണ പ്രവർത്തനങ്ങളുടെ കാതലായ ഒരു ഭാഗമാണ്. അത് നമുക്ക് 100,000 വിഷയങ്ങളിലെ ഒരു വിഷയമല്ല, നമ്മുടെ പ്രബോധന സംസ്കരണ പ്രവർത്തനങ്ങളുടെ കാതലായ ഒരു ഇനമാണ് എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം. ആ വഴിയിൽ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കണം. എന്നിട്ട് സമൂഹത്തെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം.
അങ്ങനെ തലമുറകളെ വലിയ ഒരു നാശത്തിന്റെ വക്കിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ നമുക്കാവണം. അല്ലാതെ വന്നാൽ എന്ത് സംഭവിക്കുമെന്നതിന് നേരത്തെ ഇവിടെ പല ഉദാഹരണങ്ങളും പറഞ്ഞു. പാശ്ചാത്യൻ രാജ്യങ്ങളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ആ അപകടത്തിലേക്ക് പോവാതെ നമ്മുടെ ജനസമൂഹത്തെ, തലമുറകളെ രക്ഷിച്ചെടുക്കുക എന്നത് മുസ്ലിങ്ങളുടെ മാത്രം ചുമതലയല്ല. ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മുടേതായ സിദ്ധാന്തങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്. സമാധാനപരമായി ആശയ പ്രചാരണത്തിന്റെ ശൈലിയിൽ ഈ സമൂഹത്തോട് അതുകൊണ്ട് സംവദിക്കുവാൻ ഭരണഘടനാപരമായ അനുവാദവും നമുക്കുണ്ട്. തീർച്ചയായിട്ടും ആ പണികളിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു നാട് നശിക്കരുത് എന്നുള്ളത് നാട്ടുകാരുടെ മുഴുവനും വിഷയമാണ്. അതുകൊണ്ട് നന്മേച്ചുക്കളായ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇത്തരം തലതിരിഞ്ഞ വാദഗതികളുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടി സ്ത്രീയെ സ്ത്രീയായും പുരുഷനെ പുരുഷനായും തന്നെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് അവർക്കിടയിൽ എങ്ങനെയാണ് സഹവർത്തിത്വം ഉണ്ടാക്കുക എന്ന്, ആ സഹവർത്തിത്വത്തിലൂടെ എങ്ങനെയാണ് സമാധാനം ഉണ്ടാക്കുക എന്ന്, ആ സമാധാനത്തിലൂടെ എങ്ങനെയാണ് സന്തോഷം ഉൽപ്പാദിപ്പിക്കുക എന്ന്, ആ സന്തോഷത്തിലൂടെ എങ്ങനെയാണ് പുരോഗതിയിലേക്ക് പോവുക എന്ന് ആധുനിക സമൂഹത്തിന്റെ മുമ്പിൽ പ്രവർത്തിച്ചും പ്രചരിപ്പിച്ചും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത പ്രബോധകരെന്ന നിലക്ക്, സംസ്കരണ ചുമതലകൾ ഏറ്റെടുത്തിട്ടുള്ളവർ എന്ന നിലക്ക് ജമാഅത്ത് പ്രവർത്തകർക്കുണ്ട് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുമായും ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകളും സംവാദങ്ങളും സൃഷ്ടിച്ച് ഇതിന്റെ തന്നെ കുറെ ഉള്ളറകളിലേക്ക് കടന്ന് കുറെ കൂടി സൂക്ഷ്മമായി പഠിച്ച് ബോധവൽക്കരണങ്ങളിലൂടെ മറികടക്കേണ്ടതിനെ ബോധവൽക്കരണങ്ങളിലൂടെ മറികടന്ന് ചികിത്സകളിലൂടെ പരിഹരിക്കേണ്ടതിനെ ചികിത്സയിലൂടെ പരിഹരിച്ച് മാനുഷികമായ ഒരു ചേർത്തുപിടുത്തത്തിലൂടെ പരിഹരിക്കേണ്ടതിനെ അങ്ങനെ പരിഹരിച്ച് എല്ലാത്തിനെയും വിവേചനരഹിതമായി കൂട്ടിക്കുഴച്ച് തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് തുള്ളാൻ ആർക്കും ലൈസൻസ് നൽകുന്ന പരിപാടിയായിട്ട് ഒരു സിദ്ധാന്തവും ഉണ്ടായിക്കൂടാ എന്ന ബോധ്യത്തോടെ നമ്മൾ ഈ വിഷയത്തെ പഠിക്കേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നേരത്തെ ഒരു 4:30-5 മണിയോടെ ഇത് ആരംഭിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറെ അധികം വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു. പരസ്പരം ബന്ധമുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ വന്നു. കുറെ കൂടി കാര്യഗൗരവത്തിലുള്ള പഠനം അറിയിക്കുന്ന ദിശകളും ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നു. അതൊക്കെ നിങ്ങൾ പഠിക്കുകയും അതൊക്കെ നിങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും ഗാർഹിക തലങ്ങളിൽ, നമ്മുടെ വീടകങ്ങളിൽ ഇത്തരം അപകടകരമായ തലതിരിഞ്ഞ വാദഗതികൾ പുതിയ തലമുറകളിലേക്ക് കടന്നു വരാതിരിക്കാൻ ആവശ്യമായ സ്നേഹപൂർണമായ ഒരു ശ്രദ്ധ, ഒരു ജാഗ്രത നമ്മുടെ വീടകങ്ങളിൽ അനിവാര്യമാണ് എന്നുകൂടി. പണ്ട് നമ്മളെ കുട്ടികളെ സ്കൂൾക്ക് വിട്ടത് എന്തിനാ? പണ്ട് കുട്ടികളെ സ്കൂൾക്ക് വിടുമ്പോൾ അവർ കുറെ കാര്യങ്ങളും പഠിക്കും, അങ്ങനെ ഡിഗ്രിയും കിട്ടും, കുറച്ച് സംസ്കാരവും പഠിക്കും. ഒന്നുമില്ലാതെ സംസ്കാരശൂന്യനായിട്ട് വരും എന്ന് നമ്മൾ കരുതിയിട്ടില്ല. നമ്മളൊന്നും അങ്ങനെ ആയിട്ടുമില്ല. പക്ഷേ ഇപ്പൊ നമ്മൾ ഭയക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് സംസ്കാരം ഉള്ളതുകൂടി അവർ ചോർത്തിയെടുക്കും എന്നാണെങ്കിലോ അത് വലിയ അപകടകരമായ കാര്യമാണ്. ആ തലത്തിലുള്ള ഒരു ജാഗ്രത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും മക്കളുടെ കാര്യത്തിലും വേണ്ടിവരും ഭാവിയിൽ എന്ന ഒരു ഉണർത്തലും താക്കീതും ഇതിലുണ്ട്. അതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഏറ്റെടുത്ത ദൗത്യം ഏറ്റവും നല്ല രീതിയിൽ ഈ കാലഘട്ടത്തിന്റെ ഭാഷയിൽ നിർവഹിക്കുവാനുള്ള കരുത്ത് അവൻ നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ സദുദ്യമങ്ങളെയും പ്രപഞ്ചനാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകത്തിന്റെ സ്നേഹോഷ്മളമായ അനുമോദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.